ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയാവുമ്പോൾ കൃഷ്ണചന്ദ്രൻ സാറിന്റെ അടുത്തേക്ക് കനി എത്തുകയാണ്. ഇന്നത്തെ നടത്തമൊക്കെ മുടങ്ങിയല്ലേ സാറിന് കനി ചോദിക്കേ. ഇന്നിനി വൈകിയില്ലേ, നാളെ പോരെ എന്ന് സാറും. ഒരു ദിവസം അടിച്ചാ പോയി സാർ. നനങ്ങുമ്പോഴേ സർക്കുലേഷനൊക്കെ പ്രോപ്പർ ആവൂ എന്ന് പറഞ്ഞ് അവൾ വാക്കർ എടുത്തു വെച്ച് കൃഷ്ണചന്ദ്രൻ സാറിനെ എഴുന്നേൽപ്പിച്ച് വാക്കറിൽ പിടിച്ച് നടത്തിക്കാനായി തുടങ്ങുകയാണ്. ഇപ്പൊ ബോംബിങ് ആ പാവത്തിന്റെ നേർക്കായോ? മേരിക്കുട്ടി വന്നപ്പോ കനിക പറഞ്ഞത് ആ പാവത്തിന് വല്ലാതെ നൊന്തിട്ടുണ്ടെന്ന് സാറ് പറയേ. ഒരാൾക്കൊന്ന് കിട്ടുമ്പോ പലർക്കും അത് വിഷമമാവും സാർ. അത് സ്വാഭാവികമാണെന്ന് കനിയും. സ്വാഭാവികമായി ഉണ്ടാവുന്ന വിഷമമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ടാർഗറ്റ് ചെയ്യുന്ന കാര്യമാണെന്ന് സാറും. അവൾ എന്തിനും വിഷമിക്കാൻ റെഡിയായി നിൽക്കുക സാറേ, അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് കനിയും. നിങ്ങൾ രണ്ടാളും രണ്ടു വിധത്തിൽ വിഷയങ്ങളെ കാണുന്നവരാണ്. പലതും കനികയെ ബാധിക്കണമെന്നില്ല. വീണ കുറച്ചും കൂടി സെൻസിറ്റീവാണ്, അത് നമ്മൾ പരിഗണിക്കണമെന്ന് സാറ് പറയെ. ഞാൻ മാത്രം പരിഗണിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ സാർ. ഈ സമൂഹത്തിലല്ലേ അവൾക്ക് ജീവിക്കേണ്ടത്. ആവശ്യമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ മാറണം സാർ എന്ന് കനി പറയെ. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കനിക ജോണിനെ പ്രപ്പോസ് ചെയ്യുന്നത് എല്ലാ പേരും അനുകൂലിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും വീണയ്ക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്ന് സാറും. അവളുടെ ആ വിഷമത്തിൽ ഒരു കാര്യവുമില്ല സാർ. ജോണേട്ടന്റെ കാര്യത്തിൽ അവൾ ഒരു സ്റ്റെപ്പ് പോലും എടുത്തിട്ടില്ല. സന്തോഷേട്ടന്റെ പുറകെ പിന്നെ ഇങ്ങനെ നടക്കുകയാണെന്ന് കനിയും. ഇതുമായി ബന്ധപ്പെടുത്തി സന്തോഷിന്റെ കാര്യം പറയുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും കനി. മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാളെ സപ്പോർട്ട് ചെയ്തതല്ലേ വീണ. അതിന് നമ്മള് കുറ്റമായിട്ട് കാണരുത്, പറയരുതെന്ന് സാറും. സാറ് പറയുന്ന കണക്കാണെങ്കിൽ സന്തോഷത്തിന്റെ അസുഖമൊക്കെ മാറിയതല്ലേ, പിന്നെ ഇപ്പോഴെന്തിനാ ആളുടെ പിറകെ നടക്കുന്നത് ഇവളെന്ന് കനിയും. അത് കനിക്ക് മനസ്സിലാവില്ല, എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് സാറ് പറയെ. അത്ര കോംപ്ലിക്കേറ്റഡാ എന്ന് കനി. അല്ല, വളരെ ലളിതമാണ്, പക്ഷേ ചില അവസ്ഥകളെ കുറിച്ചുകൂടി ബോധ്യമുണ്ടാവണം. കനിക്കും വൈകാതെ അത് മനസ്സിലാവും. ഒരാളെ ശരിയായി മനസ്സിലാക്കുന്നത് ചെറിയ കാര്യമല്ല കനി എന്ന് സാർ പറയുന്നത് സമ്മതിച്ച് അത് ശരിയാ, ഇനി നമുക്ക് തിരിച്ചു നടന്നാലോ സാർ എന്ന് കനി ചോദിക്കുക. അപ്പോ ഇന്നത്തെ സർക്കുലേഷൻ പ്രോപ്പർ ആയല്ലേ എന്ന് സാർ ചിരിയോടെ ചോദിക്കേ. സാർ എന്നെ ആക്കിയതാണ് എന്ന് കനിയും. ഏയ്, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാന്ന് ചിരിയോടെ സാർ. പിന്നീട് പുറത്തൊരിടത്ത് വെയിറ്റ് ചെയ്യുന്ന ജോണിനെ കാണാനായി വീണ തന്റെ സ്കൂട്ടിയിൽ എത്തുകയാ. അവൾ അവന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് വന്നിട്ട് കുറച്ചു നേരമായോ ജോണേട്ടാ എന്ന് ചോദിക്കേ. ഇല്ല, ഇപ്പൊ എത്തിയേ ഉള്ളൂ എന്ന് ജോണും. ജോണേട്ടൻ നാട്ടിലില്ലാത്തോണ്ട് പെട്ടെന്ന് കാണണമെന്ന് വെച്ചാ പാടായിപ്പോ എന്നവൾ പറയേ. എന്തുണ്ടേലും വീണയ്ക്ക് വിളിക്കാലോ എന്ന് ജോണും. അത് ശരിയാ, പക്ഷേ എന്ന് വീണ പറഞ്ഞു നിർത്തേ. ഇതിപ്പോ കനി ഇപ്പോ ഇങ്ങനൊന്ന് പറഞ്ഞിറങ്ങി തിരിച്ചത് എന്തിനാണെന്ന് എനിക്ക് ഒരു പിടിയുമില്ല എന്ന് ജോണും. ജോണേട്ടനെ അത് മുന്നേ അറിയാവുന്നതല്ലേ. ജോണേട്ടൻ ഹോസ്പിറ്റലായിരുന്നപ്പോ പറഞ്ഞില്ലേ. ജോണേട്ടനിലേക്ക് വന്നിട്ടും ഒഴിവാക്കിയ ഇഷ്ടത്തെക്കുറിച്ച് അന്നേ ഞാനത് കനിയാണെന്ന് പറഞ്ഞില്ലേ. പ്രോമിസ് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തോണ്ട് അന്ന് ജോണേട്ടൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ അവള് നമ്മളെല്ലാം ഉള്ളപ്പോ തന്നെ മുഖത്ത് നോക്കി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ എന്ന് വീണ. എനിക്ക് അന്നുള്ള നിശ്ചയം തന്നെയാ ഇപ്പോഴും ആ കാര്യത്തിലുള്ളത് വീണ. പക്ഷേ അമ്മയ്ക്കിപ്പോ കനിയുടെ കാര്യത്തിൽ വലിയ താല്പര്യമാ. എന്നെ പലതും പറഞ്ഞ് വല്ലാതെ പ്രഷറൈസ് ചെയ്യുന്നുണ്ടെന്ന് ജോൺ പറയുന്നത് കേൾക്കെ അമ്മയും കനിയെ സപ്പോർട്ട് ചെയ്താൽ നിൽക്കുന്നെന്ന് വീണയും ടെൻഷനോടെ പറയുകയാണ്. വീണയുടെ തീരുമാനം അറിഞ്ഞ എനിക്ക് ധൈര്യത്തിൽ അക്കാര്യം പറഞ്ഞു നിൽക്കാമെന്ന് ജോൺ പറയെ. എനിക്കെന്തോ ഒന്നും പറയാൻ കഴിയുന്നില്ല ജോണേട്ടാ എന്ന് വീണ. അതെന്താ? സന്തോഷിന്റെ കാര്യത്തിൽ വീണ കൊടുത്ത സപ്പോർട്ട് വലിയ കാര്യം തന്നെയാ എന്റെയും അഭിപ്രായം. പക്ഷേ ആ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ. മെഡിക്കലും കൗൺസിലിംഗും എല്ലാം ക്ലിയർ ആയതല്ലേ എന്നവൻ ചോദിക്കേ. അതെ, ക്ലിയർ ആയി എന്ന് വീണയും. പിന്നെന്തിനാ വീണയ്ക്ക് ഇപ്പോഴൊരു കൺഫ്യൂഷൻ എന്നവൻ ചോദിക്കേ. സന്തോഷേട്ടനെ ഇനിയും ഞാൻ കാരണം വയ്യാതാവൂന്ന് എനിക്ക് പേടിയുണ്ട് എന്ന് വീണയും. അങ്ങനൊക്കെ പേടിച്ചാല് എങ്ങനെ ജീവിക്കാൻ പറ്റും വീണ? ഞാൻ ഇടയ്ക്ക് സന്തോഷിനെ വിളിച്ചിരുന്നു. സന്തോഷിന്റെ കാര്യങ്ങളിൽ വീണ ഒപ്പം നിന്നത് അവൻ വലിയ കാര്യമായി തന്നെ പറഞ്ഞു. വേറെ ആരും അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞു. ഇപ്പൊ സന്തോഷ് പഴയപടി നല്ല മാനസികാരോഗ്യത്തിൽ തിരിച്ചെത്തിയില്ലേ. പിന്നെന്താന്ന് ജോൺ ചോദിക്കുക. അത് ശരിയാ, അമ്മയും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടെന്ന് വീണ പറയേ. പിന്നെന്താ വീണ എന്ന് ജോണും. അറിയില്ല ജോണേട്ടാ, എന്തൊക്കെയോ പേടി ഉള്ളിലുണ്ട്. അതെന്താണെന്ന് എനിക്ക് ആരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. ആർക്കും എന്നെ മനസ്സിലാവുന്നില്ലെന്ന് സങ്കടത്തോടെ വീണ പറയുകയാ. വീണ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമെന്ന് ജോൺ പറയേ. എന്തു പറയണമെന്ന് എനിക്ക് അറിയില്ല ജോണേട്ടാ, എനിക്ക് കുറച്ച് സമയം വേണമെന്ന് വീണ പറയുകയാ. അമ്മയുടെ നിർബന്ധം വല്ലാതെ കൂടിയിട്ടുണ്ട്. എനിക്കൊരു വ്യക്തത വന്നു കഴിഞ്ഞാൽ മറ്റൊന്നും പ്രശ്നമല്ല വീണ എന്ന് ജോൺ പറയേ. ജോണേട്ടൻ എന്ത് തീരുമാനിച്ചാലും എനിക്ക് വിരോധമില്ല എന്ന് വീണ തന്റെ തീരുമാനം അറിയിക്കേ. അങ്ങനെയാണോ എന്ന് ജോണും. എനിക്ക് ജോണേട്ടനെ ഒരിക്കലും വെറുക്കാനാവില്ലെന്ന് അവൾ പറയേ. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാൻ വീണ പറയെന്ന് ജോണും. പറയാൻ ജോണേട്ട എന്ന് അവൾ സമ്മതിക്കേ. എന്നാ നടക്കട്ടെ വീണ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ജോൺ അവിടെ നിന്ന് പോവുകയാ. ജോൺ തന്റെ കാർ എടുത്ത് പോകുമ്പോഴും വീണ ടെൻഷനോടെ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽപ്പാ. യാത്രക്കിടയിൽ ജോൺ റോഡ് സൈഡിൽ വണ്ടി നിർത്തി ഇറങ്ങി ടെൻഷനോടെ കാറും ചാരി നിൽക്കുമ്പോഴാണ് കനി തന്റെ ബുള്ളറ്റിൽ അതുവഴി വരുന്നത്. അവൾ അവന്റെ മുന്നിൽ ബുള്ളറ്റ് കൊണ്ടുചെന്ന് നിർത്തുന്നുണ്ടെങ്കിലും അവന്റെ ആലോചനയോടുള്ള നിൽപ്പ് കാണേ അവൾ കൈ വീശി കാണിച്ച് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതേ നിൽപ്പ് തന്നെയാ. അത് കണ്ടവൾ ബുള്ളറ്റിന്റെ ഹോൺ അടിക്കുമ്പോഴേക്കും
ഞെട്ടിയുണർന്ന ജോൺ കാണുന്നത് തന്റെ മുന്നിൽ ബുള്ളറ്റിൽ നിൽക്കുന്ന കനിയാണ്. ചിരിയോടെ കനിയും തെറിവിളിക്കല്ലേ ഞാനാ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അവൾ ബുള്ളറ്റിൽ നിന്നിറങ്ങി അവന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും നല്ല പണിയാ കാണിച്ചത്, പേടിച്ചു പോയെന്ന് ജോണും. ജോണേട്ടനെ കണ്ടിട്ട് കയ്യും കാലും ഒക്കെ കാണിച്ചായിരുന്നു, ജോണേട്ടൻ കാണണ്ടേ, അങ്ങനെ ഹോൺ അടിച്ചെന്ന് കനിയും. പെട്ടെന്ന് കേട്ടപ്പോ ഞെട്ടിപ്പോയെന്ന് ജോൺ പറയാ, ഞാൻ വരുമ്പോഴേ ഒന്ന് ഞെട്ടുന്നത് നല്ലതാ, ജോണേട്ടൻ ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നു എന്ന് കനി ചോദിക്കാൻ. വല്ലാത്ത പണിയായിപ്പോയി കനിക എനിക്ക് തന്നതെന്ന് ജോൺ. പണിയല്ലല്ലോ ജോണേട്ടൻ, പ്രപ്പോസൽ അല്ലേ, സ്നേഹമല്ലേ, വെറുതെ വീണയെ നമ്പി സമയവും ജീവിതവും കളയരുത് ജോണേട്ട. ഇപ്പോഴേ എന്റെ ഭാഗത്താണ് ന്യായം, അതുകൊണ്ടാ മേരിക്കുട്ടി ടീച്ചറും ചെറിയമ്മയും എന്റെ കൂടെ നിൽക്കുന്നത്. ജോണേട്ടനൊന്ന് മാറി ചിന്തിക്ക്, പോസിറ്റീവായൊരു മറുപടിക്ക് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ജോണേട്ടൻ എന്നവൾ പറയേ. ജോണും ഒന്നും മിണ്ടാതെ തലയും കുനിച്ച് നിൽപ്പാ. അപ്പൊ ശരിയെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് അവൾ തന്റെ ബുള്ളറ്റും എടുത്ത് പോവുകയാ. അവിടെ മാധവത്തിൽ 2 കപ്പ് ചായയുമായി ടീച്ചറമ്മ കൃഷ്ണചന്ദ്രൻ സാറിന്റെ റൂമിലേക്ക് എത്തുകയാ. ഒരു കപ്പ് ചായ സാറിന് നൽകിക്കൊണ്ട് ടീച്ചറമ്മ കസേരയിലേക്ക് ഇരിക്കുമ്പോഴേക്കും സാറും ചിരിയോടെ താങ്ക് യു പറയുക. ചായ കാണുമ്പോൾ സാറിന്റെ മുഖത്തൊരു ചിരിയുണ്ട്. അത്രയും സന്തോഷം സാറിന് വേറെ എന്തു കണ്ടാലും ഇല്ലെന്ന് സരസ്വതി പറയേ. ഒരു കവിൾ ചായ കുടിച്ചുകൊണ്ട്, ചായയാണ് നമ്മുടെ ഏക ആഡംബരം. സരസ്വതി ചായ എടുത്ത് നന്നായി. 2 പേര് ചായ കുടിച്ച് കാര്യം പറയുമ്പോ പരിപാടി വേറെയായി എന്ന് സാറും. എനിക്കറിയാമെന്ന് സരസ്വതി പറയേ. ചായക്കൊപ്പോഴുള്ള സംസാരം നമ്മൾ എന്നും ഓർക്കും. ചായക്കപ്പ് കൈ പിടിക്കുമ്പോൾ ജീവിതത്തിന് അല്പം സാവകാശം കിട്ടും, വേഗം കുറയും, സംസാരം നിർത്തും. അന്നേരമാണ് നമ്മൾ നമ്മുടെ ഉള്ളിലെ ശബ്ദങ്ങൾ കേൾക്കുന്നത്, മറ്റൊരാളെ നന്നായി കേൾക്കുന്നതെന്ന് സാറും. അതെ, സാറെന്ന് പറഞ്ഞ നിയോഗങ്ങൾ ഇങ്ങനെ നീളുവാ. ഇതിപ്പോ സാറിനെ ശുശ്രൂഷിക്കാനും ഒരുമിച്ചിരുന്നിങ്ങനെ ചായ കുടിക്കുന്നതും ഒക്കെ ഒരു നിയോഗമല്ലേ. നാരായണൻ സാറിന്റെ വീട്ടിൽ നടന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ നിയോഗം. ഇടയ്ക്ക് സ്വപ്നത്തിൽ ആ വെളിച്ചപ്പാട് തുള്ളി അനുഗ്രഹിക്കും. ഇന്നുമുള്ളിൽ സൂക്ഷിക്കാനുള്ള നിമിഷങ്ങളാ അതൊക്കെ എന്ന് സരസ്വതിയും പറയുകയാ. ചായ കുടിയുടെ ഗുണം സരസ്വതിയുടെ സംസാരത്തിൽ നന്നായി കാണുന്നുണ്ട്. അത്ഭുതങ്ങളുടെ ഒരു തുടർച്ച തന്നെ ആയിക്കോട്ടെ. 2 പേർ ഒരുമിച്ച് ഷെയർ ചെയ്യുന്ന ഒരു സമയം, അവരൊരുമിച്ചുള്ള ഒരു ജീവിതം തന്നെയാണെന്ന് നിരീക്ഷണമുണ്ട് എന്ന് സാർ പറയേ. പല കാരണങ്ങൾ കൊണ്ടും ഈ നിരീക്ഷണം എന്തായാലും എനിക്കിഷ്ടായി എന്ന് സരസ്വതിയും. സംസാരം രസം പിടിക്കുമ്പോൾ ചായ തീരല്ലേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ചായ പ്രേമികൾക്ക് അത് മനസ്സിലാവുമെന്ന് പറഞ്ഞ് സാർ ചിരിയോടെ ചായ കുടിക്കേ. ചായ കുടിച്ചോണ്ടിരുന്ന സരസ്വതിയും സാർ നേരത്തെ പറഞ്ഞ വാക്കുകൾ ഓർത്തെടുക്കുക. 2 പേർ ഒരുമിച്ച് ഷെയർ ചെയ്ത സമയം അവരൊരുമിച്ചുള്ളൊരു ജീവിതം തന്നെയാണെന്നൊരു നിരീക്ഷണമുണ്ട് എന്ന് സാർ പറഞ്ഞതോർത്ത് സാറിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചായ കുടിച്ചോണ്ടിരിക്കുക സരസ്വതിയും. ആ സമയത്ത് അവിടെ ഒരു ഹോട്ടലിന് മുന്നിൽ ഒരു ഓട്ടോയിൽ വന്നിറങ്ങുകയാണ് ടീച്ചറമ്മയുടെ ഭർത്താവ് മോഹൻ. അദ്ദേഹം ഓട്ടോക്കാരന് കാശ് കൊടുത്ത് ആ ഹോട്ടലിലേക്ക് കയറി. ഹോട്ടലുടമയോട് വക്കച്ച ഒരു ചായ എന്ന് പറയേ. അയാളും ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് ആ മോഹനേട്ടാ എന്ന് വിളിക്കുകയാ. എന്നെ വീണ്ടും കാണില്ലെന്ന് കരുതിയോ, അതോ ജീവിതകാലം മുഴുവൻ ഞാൻ അകത്ത് കിടക്കുമെന്ന് കരുതിയോ, നീ പോയൊരു ചായ എടുക്കെന്ന് പറയുമ്പോഴേക്കും അയാളും ചായ എടുക്കാനായി ഓടുകയാ. ആ സമയത്ത് അവിടെ ഫുഡ് കഴിക്കായിരുന്ന 2 പേരിൽ ഒരാൾ കേട്ട കഥ വെച്ച് താൻ ഇറങ്ങുന്നത് പോയിട്ട് എണീറ്റ് നിൽക്കാൻ കഴിയുമെന്ന് പോലും ഞങ്ങൾ വിചാരിച്ചതല്ല എന്ന് പറഞ്ഞ് ചിരിക്കെ. നീ ഇപ്പൊ എങ്ങനെ ഇറങ്ങിയെന്ന് മറ്റാളും ചോദിക്കുക. ഇതിപ്പോ പരോളാ, കെട്ടിയോളുടെ അസുഖവും അത്യാവശ്യം രാഷ്ട്രീയ പിടിപാടുമൊക്കെ വെച്ച് ഇറങ്ങിയതാ എന്ന് മോഹൻ പറയെ. ജയിലിൽ ചാടി പിടിച്ചപ്പോ അത്യാവശ്യം ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതച്ചെന്നാ ഞങ്ങൾ കേട്ടത്. നൃത്തം പറയെ. അതെ അതെ, അവര് പിന്നെ വെറുതെ വിടോ, റോളർ ചെയ്ത് ചവിട്ടി ഉരുട്ടി എന്നാ കേട്ടത് എന്ന് പറഞ്ഞ് ഒരുത്തൻ ചിരിക്കെ. തൂക്കിയിട്ടുള്ള ചോദ്യം ചെയ്യല് എന്ന് മറ്റവനും ചിരിയോടെ പറയുകയാ. അപ്പോഴേക്കും വക്കച്ചൻ ചായ കൊണ്ടുകൊടുത്ത് ഉറങ്ങാൻ പോലും വിടാതെ ചോദ്യം ചെയ്തോ മോഹനേട്ടാ എന്ന് ചോദിക്കെ. ഐസ് ബ്ലോക്കിന്റെ മേലെ കിടത്തി അടിച്ചു കാണും എന്ന് നേരത്തെ കളിയാക്കിയവൻ വീണ്ടും വിളിച്ചു പറയേ. മോഹനും ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് നിർത്തടാ. അവന്റെ അരികിലേക്ക് ചെന്ന് കുറച്ചു നേരമായി. എന്താണ് നിനക്കൊക്കെ എന്ന് ചോദിക്കേ. എന്തായാലും ഇടി കണക്കിന് കിട്ടി, അതീ നടപ്പും പ്രകൃതിയൊക്കെ കാണും പറയാം എന്ന് അവനും പറയുന്നുണ്ട്. ദേ കൂടുതലൊന്നും നീ എനിക്കിട്ടുണ്ടാക്കണ്ട, മനസ്സിലായോ? ഇനി ഒരുത്തനും കൂടി തട്ടിയാലും എന്റെ ശിക്ഷ ഇത്രയൊക്കെ തന്നെയുള്ളൂ, അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ സംസാരിച്ചാ മതി കേട്ടോ എന്ന് മോഹനും. ഞങ്ങള് നോക്കുന്നും കാണുന്നുണ്ട്. ടീച്ചറുടെ വീട്ടിൽ ഇപ്പോഴേ ഒരു പുതിയ പൊറുതിക്കാരൻ വന്നിട്ടുണ്ട്, ആ മാഷ് എന്ന് പറഞ്ഞവർ കളിയാക്കി ചിരിക്കുമ്പോഴേക്കും ദേ നാറിയ കഥയും കൊണ്ട് എന്നെ ചൂടാക്കാൻ വരരുത് എന്ന ദേഷ്യത്തോടെ മോഹനും. നാട്ടിലിറങ്ങിയേ ഒന്ന് തിരക്കി നോക്ക്, അപ്പൊ അറിയാം എന്നവൻ പറയുന്നത് കേൾക്കെ. മോഹനും ഒരു ചുമയോട് കൂടി നടന്നു ചെന്ന് തന്റെ കവറെടുത്ത് പോവാൻ തുടങ്ങുന്നേരം മോഹനേട്ടാ കഴിക്കുന്നില്ലേ എന്ന് വക്കച്ചൻ ചോദിക്കുക. ഇല്ലടാ വയറ് നിറഞ്ഞു എനിക്കെന്ന് പറഞ്ഞ് മോഹൻ അവിടെ നിറങ്ങി പോവുകയാണ്. കിട്ടേണ്ടത് കിട്ടിയപ്പോ പോയി എന്ന് നേരത്തെ കളിയാക്കവർ പറഞ്ഞു ചിരിക്കുകയാണ്. അങ്ങനെ മോഹൻ റോഡിൽ ഇറങ്ങി നടന്നു നീങ്ങുമ്പോഴാണ് ബുള്ളറ്റ് ഓടിച്ചു വരികയായിരുന്ന കനി നടന്നു നീങ്ങുന്ന മോഹനെ കാണുന്നത്. അവൾ പരിഭ്രമത്തോടെ വണ്ടി നിർത്തി നോക്കി. തന്നെ കടന്നുപോയ മോഹനെ നോക്കിക്കൊണ്ട് ഇയാൾ ഇറങ്ങിയോ എന്ന് പറഞ്ഞ് ഒരു നിമിഷം അയാളുടെ നടത്തവും നോക്കിക്കൊണ്ട് ബുള്ളറ്റ് എടുത്ത് പോവുകയാണ്. അവിടെ മാധവത്തിലെ ലിവിംഗ് റൂമിൽ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണചന്ദ്രൻ സാറിന് സരസ്വതി ഫ്രൂട്ട്സുമായി എത്തുകയാ. അതിന്നൊരു കഷ്ണം ആപ്പിൾ എടുത്തുകൊണ്ട് ആമാശയത്തിന് പതിവില്ലാത്തതൊക്കെ കൊടുത്ത് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴും ആമാശയത്തിന്റെ ആശ തുടരും എന്ന് പറഞ്ഞ് ചിരിക്കെ. എല്ലൊക്കെ ഊറി പിടിക്കണ്ടേ സാർ, ഭക്ഷണം ശ്രദ്ധിക്കണം എന്ന് സരസ്വതി ഓർമ്മിപ്പിക്കുക. ആ കാര്യമൊക്കെ സരസ്വതി നന്നായി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് സാർ പറയുമ്പോഴാണ്
പുറത്ത് ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കുന്നത്. കനി വന്നെന്ന് തോന്നുന്നു എന്ന് സരസ്വതി സാറിനോടായി പറയേ. കനി ലിവിംഗ് റൂമിലേക്ക് വന്ന് അവരുടെ കൂടെ ചെയറിലേക്ക് ഇരിക്കുക. ചെറിയമ്മ, മറ്റേ മോഹനെ ഞാൻ ജംഗ്ഷനിൽ വെച്ച് കണ്ടായിരുന്നെന്ന് കനി പറയുന്നത് കേൾക്കേ. ടീച്ചറമ്മയും സാറും ഒരു ഞെട്ടലോടെ ഇരിപ്പാ. അമ്പരപ്പോടെ ജംഗ്ഷനിലോ? അതെങ്ങനെയെന്ന് ടീച്ചറമ്മ ചോദിക്കേ. അറിയില്ല, നടന്നു പോകുന്നത് കണ്ടു. നല്ല വയ്യായികയുണ്ടെന്ന് കനിയും. എന്നാലും അയാൾ എങ്ങനെ പുറത്തു വന്നു എന്ന് സരസ്വതി ചോദിക്കേ. പരോള് കിട്ടിക്കാണുമെന്ന് സാറും. ഇപ്പോഴേ പരോളൊക്കെ കിട്ടുമോ എന്ന് സരസ്വതി ചോദിക്കേ. വകുപ്പും സാധ്യതയും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് നടക്കും എന്ന് സാറും പറയുന്നുണ്ട്. ഇയാൾ ഇനി ശല്യം തുടങ്ങുമല്ലോ എന്ന് ടെൻഷനോടെ ചെറിയമ്മ ചോദിക്കേ. പരോളിൽ ഇറങ്ങി അഭ്യാസമൊന്നും കാണിക്കാൻ പറ്റില്ല. പരോള് ക്യാൻസൽ ആവുമെന്ന് കനിയും. ആറും ടെൻഷനോടെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അയാൾ അറിഞ്ഞ ഉറപ്പായും പ്രശ്നമുണ്ടാക്കാൻ അയാൾ ഇവിടെ വരും. ഞാനങ്ങ് വീട്ടിലേക്ക് മടങ്ങാം, അതാ നല്ലതെന്ന് സാർ പറയേ. സാർ ഇവിടെ നിൽക്കുമ്പോ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. പഴയതുപോലെ അങ്ങേരത്ര സ്ട്രോങ് ഒന്നുമല്ല, എനിക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് കനിയും പറയുക. നമ്മൾ കരുതുന്നത് പോലെയല്ല, അയാൾ എന്തിനും തുനിഞ്ഞ മനുഷ്യനാണ് എന്ന് സാർ ഓർമ്മിപ്പിക്കെ. പരിഭ്രമത്തോടെ ഇരിക്കുന്ന ടീച്ചർ അമ്മയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. മഹേഷിനെയും സരസ്വതിയും ഒക്കെ കാണാനായി മോഹനെത്തുന്നതും കനിയാണോ വീണയാണോ ജോണിനെ സ്വന്തമാക്കുന്നത് എന്നൊക്കെയുള്ളതാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.